ഹായ്. അപ്പോൾ ഇന്ന് സദുവിനെ ഒന്ന് സഹായിച്ചളയാം കിച്ചണിൽ എന്ന് വിചാരിക്കുവാണ്. സദുവിൻ്റെ അടുത്തോട്ട് പോവാം. എന്താണെന്ന് സദുവിൻ്റെ പരിപാടി, ഉച്ചയ്ക്ക് എന്താണ് പാചകത്തിൻ്റെ പരിപാടി എന്ന് അടുക്കള വരെ ഒന്ന് പോയി നോക്കാം. എന്ത് മീൻ കിട്ടിയെന്ന് നോക്കാം. എന്താണെന്ന് സദുവിൻ്റെ പ്ലാൻ, മീൻ വറുക്കുകയാണോ കറി വെക്കുകയാണോ പറ്റിക്കുകയാണോ അതൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പം നേരെ അടുക്കളയിലേക്ക് പോവാം. ഹായ് സദു. സദു, അപ്പം ഞാൻ ഇന്ന് നിന്നെ സഹായിക്കാനാണ് വിചാരിക്കുന്നത്. പാചകോ ചേട്ടനോ? അപ്പൊ ഇന്ന് മീൻ എന്തോന്ന് കാണിച്ചു ചേട്ടാ. പിന്നെ അയില മീനാണ്. അയില കിട്ടി വറക്കാനും കറി വെക്കാനും. അപ്പോൾ അമ്മ അപ്പുറത്ത് കപ്പയും ഉണക്കമീനൊക്കെ വറുക്കുന്നുണ്ട്, അത് പോയി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇന്ന് എൻ്റെ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മീൻ വറുക്കുന്നുണ്ട്. എൻ്റെ കണ്ടല്ലോ, കാണിച്ചു കിട്ടുന്നില്ലേ മീൻ? അയില മീനാണ്. ഓക്കെ, അപ്പം മീൻ കറിയും ചോറുമാണ് ഇന്ന് ഞങ്ങൾക്ക്. കപ്പയുണ്ട്. ഇന്ന് കപ്പയും അയിലക്കറിയും. പക്ഷെ ഇന്ന് നല്ല മഴയൊക്കെയാണ്, അപ്പം മഴ സമയത്ത് നമുക്ക് കപ്പയൊക്കെ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് എല്ലാവർക്കും. കപ്പ വേവിക്കുകയാണേ. അപ്പോൾ കപ്പ വേവിക്കുവാണ് കേട്ടോ. പിന്നെ വേറെ എന്തെങ്കിലും വിശേഷമുണ്ടോ? ഞാൻ എന്തെങ്കിലും നിനക്ക് സഹായം ചെയ്യണോ? സഹായമൊന്നും വേണ്ട ചേട്ടാ. ഞാൻ എന്നാ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ കപ്പ പൊളിക്കട്ടെ. കപ്പ പൊളിക്കാതെ ഞാൻ തേങ്ങ ചിരണ്ടണോ? തേങ്ങ ചിരണ്ടി ഞാൻ കറിക്ക് അരച്ചും വെച്ച്. തേങ്ങ ചിരണ്ടിയോ? ഓ ശരി, തേങ്ങ ചിരണ്ടാനായിരുന്നെങ്കിൽ എനിക്കൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. ഒരു വെറൈറ്റി പണിയല്ലേ. അയ്യോ, കറണ്ട് പോയി. അപ്പൊ ഞാൻ തേങ്ങ ചിരണ്ടാന്ന് പറഞ്ഞപ്പോ തന്നെ കറണ്ട് പോയി. ഞാൻ നേരത്തെ അരച്ചു വെച്ചത് എങ്ങനെയുണ്ട്? ബുദ്ധിപരമായിട്ടുള്ള ഐഡിയ ആണ്. ബുദ്ധിപരമായിട്ടുള്ള, വളരെ ബുദ്ധിപരമായിട്ടുള്ള. പറ്റിച്ചോ? കറണ്ട് ആകുമ്പോ വരും പോവും. നമ്മള് KCB വിളിക്കും. അല്ല, നമ്മള് കറണ്ട് പോയി എന്ത് ചെയ്യണം? നമ്മള് KCB വിളിക്കണം. കറണ്ട് പോകുമ്പോ KCB ഫോൺ എടുക്കത്തില്ല. കറണ്ട് വന്ന് കഴിയുമ്പോൾ KCB ഫോൺ എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? വിളിച്ച പരാതി പറയും. ഇനി അടുത്ത് എന്താ പരിപാടി? ചോറ് വെന്തോ? ഈ മീനിന്റെ മുട്ടയൊക്കെ വെച്ചേക്കാണല്ലോ പരിഞ്ഞില്. ഇതുണ്ടോ? ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടോ? സദുവിന്റെ മീൻകറിയൊക്കെ മീനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെട്ടമില്ല, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വെട്ടമില്ല. സദു, അമ്മ അപ്പുറത്തുനിന്ന് കപ്പയും ഉണക്കമീനും ചമ്മന്തിയും തന്നു കിട്ടി. മുളക് ചമ്മന്തി, ഉണക്കമീൻ, കപ്പ. ബാ കഴിക്കാം. വെട്ടക്കുറവുണ്ട്. കപ്പയൊക്കെ എടുത്ത് ഇല്ലല്ലോ. ഉണക്കമീൻ കണ്ടാ? കൊള്ളാം, സൂപ്പർ. ഇതാണ്ട് സൂപ്പർ. ഉണക്കമീൻ ഉണക്കമീൻ മതി. അപ്പോൾ അതാണ്ട് മീൻ വറുക്കാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മീനും വറുത്ത് ചോറുമായിട്ടൊക്കെ കഴിക്കാൻ പോവുകയാണ്. കപ്പ കഴിച്ചു, ഉച്ചയ്ക്ക് കപ്പയും ഉണക്കമീനും കഴിച്ചു. സൂപ്പറായിരുന്നു. അപ്പോൾ സദു, വേണ്ട മീൻകറി അടുപ്പിലേക്ക് വെച്ചു. മീൻകറി നോക്കട്ടെ, തിളച്ച് തുടങ്ങിയിട്ടില്ല. ഇതിൻ്റെ ചോറ്, ആവി വറക്കുന്ന ചോറുണ്ട്. ഓക്കെ, അത് തിളയ്ക്കുന്നുണ്ട്. കൈ പൊള്ളിയാനെ. ഓക്കെ, പറക സെറ്റാണ്. അപ്പോൾ കപ്പ പൊളിക്കാൻ പോവാണ്. ഞാൻ പൊളിക്കാം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട, ശരിയാകത്തില്ല, അവൾ എന്നെ പൊളിച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നെ നിർബന്ധിക്കണ്ട എന്ന് കരുതി അവളോട് അവസരം കൊടുത്തു. അപ്പോൾ ഞാൻ അപ്പുറത്തെങ്ങാനും പോയിരുന്നു വീഡിയോ വേണ്ട, നീ വിളിച്ചു. എനിക്ക് കുറച്ച് ചിന്തിക്കാനുണ്ട്.